ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ മാജിക്ക മൗണ്ടൻ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് എയർബിഎൻബി ഫോർ 2 നൈറ്റ്സ്. 3 റൂമും നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ സ്ഥലം നമ്മുടെ ടൗണിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുമായിരുന്നു. ലൊക്കേഷൻ നല്ലതായിരുന്നു. പിന്നെ ഇതിൽ ഹോസ്റ്റ് വന്നിട്ടൊരു മലയാളിയാണ്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അവിടുന്ന് മുകളിൽ നിന്ന് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇക്കണ്ട സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം താഴേക്ക് നമ്മുടെ കോട്ടേജിലേക്ക് എത്താൻ. അത് ഒട്ടുമിക്ക അവിടുത്തെ എല്ലാ കോട്ടേജസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവർക്ക് തന്നെ വേറെ 2-3 കോട്ടേജസും ഉണ്ട്. പക്ഷേ ഈ കോട്ടേജ് നമ്മൾ സ്പെഷ്യലി എടുത്തത് വ്യൂവും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്, പിന്നെ അവൈലബിലിറ്റിയും കൂടി നോക്കിയിട്ടാണ്. അപ്പോൾ ഈ കോട്ടേജിലേക്ക് വരാൻ നമ്മൾ സ്റ്റെപ്സ് നല്ല ബുദ്ധിമുട്ടി. അത് അല്ലാണ്ട് ബാക്കി എല്ലാം സർവീസസ് ആയാലും ഫുഡായാലും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ താഴെ വന്നിട്ട് ഒരു മെയിൻ കോമൺ ഹാളിലേക്ക് കയറിയിട്ട് ഇതാണ് ഹാള്. ഇതിൻ്റെ ഫ്ലോറിൽ ഫുള്ള് വന്നിട്ട് കാർപ്പറ്റ് വിരിച്ചിരിക്കുക. കാരണം ഇത് നിലം കാണുന്നത് മരമാണ്. അപ്പോൾ നല്ല തണവ് താഴേന്ന് വരും. അത് കാരണം ഫുള്ള് എല്ലാ സ്ഥലത്തെയും ഫ്ലോർ കവേർഡ് വിത്ത് കാർപ്പറ്റ്സ് ആണ്. കുട്ടിയൊരു കോമൺ ഏരിയ, അവിടെ 2 സോഫ സെറ്റ്, കെറ്റിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. പിന്നെ റൈറ്റ് സൈഡിലത്തെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ടേബിൾ, ബെഡ് ആൻഡ് ഒരു ടോയ്ലറ്റ്, ഇതാണ് വാഷ്റൂം, ഇതാണ് ഉള്ളത് ഒരു റൂമിൽ. ഈ വാഷ്റൂം കുറച്ച് സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ 24 hours ഗീസേഴ്സ് ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ്. പിന്നെ എന്ത് പറഞ്ഞാലും അവർ ഉടനെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ റൂമിലേക്ക് എന്ന് പറയുമ്പോൾ കോമൺ, ഇപ്പോൾ രണ്ട് ഫാമിലി ആയിട്ട് വരണമെന്ന് വെച്ചാൽ ഇവർ ഈ 2 കോട്ടേജസാണ് തരുന്നുണ്ടാവുക. അപ്പോൾ കോമൺ ഏരിയയിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഈ റൂമിലത്തെ ബാത്റൂം വന്നിട്ട് കുറച്ച് കുഞ്ഞതാണ്. പക്ഷെ എന്നാലും നല്ല യൂസർ ഫ്രണ്ട്ലി, നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഒരു ബെഡ് മുകളിലുണ്ട്. 2 പേർക്ക് വേണമെങ്കിൽ താഴെയും കിടക്കാൻ വേണ്ടിയിട്ട് കോട്ടും താഴെ ഇട്ടുണ്ട്. ഇതൊരു മറ്റേ റൂമിനെക്കാട്ടും കുറച്ച് ചെറുതായിരുന്നു. പിന്നെ ഇതാണ് ഫസ്റ്റ് നമ്മളുടെ താഴത്തെ ലെവലിനുള്ള വ്യൂ ആണിത്. പിന്നെ ഇവിടുന്ന് ഇതാണ് നമ്മൾ താഴേന്ന് മുകളിലത്തെ നിലയിലേക്ക് പോകണ്ടാവുക. അപ്പോൾ ഒരു റൂം മുകളിലും താഴത്ത് 2 റൂമും, അങ്ങനെയാണ് ഈ 3 കോട്ടേജസ് നമ്മൾ ബുക്ക് ചെയ്ത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഗ്രൗണ്ട് ഫ്ലോറിനുള്ള വ്യൂ ആണ് ഇത്. ഫയർ ക്യാമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് സെറ്റ് ചെയ്ത് തരും. ബാർബിക്യൂ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് നമ്മളെടുത്തില്ല. ബിക്കോസ് കുഞ്ഞ് 2 പിള്ളേരുള്ളതുകൊണ്ട് നമുക്കത് അത്ര പുറത്തെന്തായാലും ഇരിക്കുന്നുണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഇവിടെയാണ് അവർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരാം. ഇതാണ് മുകളിലത്തെ റൂം. ഇവിടെ പുറത്ത് വ്യൂ ആണ്, അടിപൊളിയാണ്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അടിപൊളി വ്യൂ ആണ്. നമ്മുടെ പുറത്ത് 2 ചെയറും ഒരു മരത്തിൻ്റെ കഷ്ണം, രാവിലെ നേരത്തൊക്കെ കാപ്പി കുടിക്കാൻ അടിപൊളിയാണ്. റൂമിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ബെഡ്, പിന്നെ താഴെ ഒരു കോട്ട് പോലെ ഒരു സിംഗിൾ ബെഡ് ഉണ്ട്. ഒരു കോട്ടും ഒരു ബെഡും അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ റൂമിൽ മിറേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് വൈകുന്നേരം നേരത്തൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റൂമാണ്. ഇതാണ് മുകളിലത്തെ ബാത്റൂം. ഇത് കമ്പാരിറ്റീവ്ലി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ആയിരുന്നു താഴത്തെ 2 ബാത്റൂം വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഈ റൂമിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയണത്, നമ്മൾ മെയ് സമയത്താണ് പോയത്. ആ സമയത്ത് ഉച്ച നേരത്ത് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച നേരത്ത് ഈ റൂമിൽ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ സന്ധ്യ നേരത്തും വൈകുന്നേരം നേരത്തൊക്കെ അങ്ങനെ തണുപ്പുകയും ചെയ്തു. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തൊക്കെ ഈ റൂമിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മെയ് സമയത്ത് കേട്ടോ. അതല്ലാത്ത സമയത്ത് നല്ലതാണെന്നാണ് അവർ പറയണത്. ഓവറോൾ എൻ്റെ സ്റ്റേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോസ്റ്റ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ ആവശ്യത്തിനൊക്കെ, നമുക്ക് പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേ ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ അവർ വേഗം പ്രൊവൈഡ് ചെയ്തു.
അതുപോലെ തന്നെ ഫുഡ് പ്രത്യേകം എടുത്ത് പറയേണ്ടത് അടിപൊളി ഫുഡായിരുന്നു. അവിടെ തന്നെ ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നല്ല പേര് കേട്ടതാന്ന് പറയുന്നു. പക്ഷെ നമ്മൾ അവിടത്തേക്ക് ട്രൈ ചെയ്തു. നമുക്ക് അവിടുത്തെ ഒന്നും ഇഷ്ടമായില്ല. നമുക്ക് ഇഷ്ടമായത് ഇവർ പ്രൊവൈഡ് ചെയ്ത ഫുഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൊടൈക്കനാൽ താമസിക്കാൻ പോകുന്നെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് നോക്കൂ. അടിപൊളി, എല്ലാം നൈസ്. ബട്ട് ആ സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു കോട്ടേജ് എത്താനുള്ള ഒരു സ്റ്റെപ്സിന് മാത്രം ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.